ഒരുപക്ഷെ നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം പിതാവേ, അവിടെ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, ഞങ്ങളെ അല്പസമയം കർത്താവേ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ മുമ്പായി ഞങ്ങളെ തന്നെ ഒരു സീറോ ആയിട്ട് ഒരു പട്ടപൂജമായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നതായി അവിടുത്തെ ആത്മാവിനായി ഞങ്ങളെല്ലാവരെയും നടക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഈ ഒരു മധ്യാഹ്ന സമയത്ത് അല്പസമയം അവിടുത്തെ ചുറ്റും ഞങ്ങളായിരിക്കുമ്പോൾ യേശുവേ ജീവന്റെ വചനങ്ങളെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ആലോചനകളെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ ഒരു സമയം ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും ഏറ്റവും പ്രോഫിറ്റബിളും ഏറ്റവും പ്രയോജനമുള്ളതായിട്ട് ഏറ്റവും സന്തോഷപരമായിട്ട് കർത്താവെ ഇതൊക്കെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ആനുകൂല്യ പരിപൂർണതയുണ്ടല്ലോ കർത്താവെ. ഈ കുഞ്ഞുങ്ങളെ യുവാക്കളെ കർത്താവെ അവിടുന്ന് അറിയുന്നു, അവരുടെ ആവശ്യങ്ങളെ അവരായിരിക്കുന്ന അവസ്ഥകളെല്ലാം അവിടുന്ന് അറിയുന്നു. കർത്താവെ ഞങ്ങള് കർത്താവ് ഒരുമിച്ച് ടൈം അവിടുന്ന് ബ്ലസ് ചെയ്താട്ടെ. കർത്താവെ ഞങ്ങളോട് പറയുന്നു അവിടുന്ന് വളരുന്നില്ല. യേശു കർത്താവിന്റെ ക്ലിയറെ മാതിരിയുള്ള നാമത്തിലാണ് ആമേൻ. മാനിഫെസ്റ്റിംഗ് ദ ലൈഫ് ഓഫ് ജീസസ്. യേശുവിന്റെ ജീവൻ അവസാന നാളുകളിൽ നമ്മൾ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച്, യേശു ജീവിച്ചതുപോലെ എന്നുള്ള ആ ഒരു ടോപ്പിക്കിന്റെ ഒരു പ്രസക്തിയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പം നിങ്ങളുടെ സഭകളിൽ തന്നെ നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് മുതൽ നിങ്ങളുടെ പേരൻസിൽ നിന്നും നിങ്ങളുടെ എൽഡേഴ്സിൽ നിന്നും അങ്കിൾമാരും ആന്റിമാരും ഒക്കെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ക്രിസ്ത്യൻ ജീവിതത്തെ കുറിച്ചുള്ള പല സത്യങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടുകൊണ്ടിരിക്കുന്നവരാ. എങ്കിലും ചില ചെറിയ ചെറിയ ചോദ്യങ്ങളായിട്ട്, സിമ്പിൾ ആയിട്ടുള്ള ചില ചോദ്യങ്ങളായിട്ടൊക്കെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഗ്രാഹ്യം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രായോഗികമായിട്ട് ഡിസ്കസ് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചില ചോദ്യങ്ങൾ നിങ്ങളുടെ വ്യക്തികൾ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിരക്കുന്ന ഇന്റർപ്റ്റ് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീസ് ഓഫ് പേപ്പറിൽ എന്തെങ്കിലും എഴുതി ഇങ്ങോട്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അതിനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ട്. സോ ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം പറഞ്ഞാൽ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുക എന്നുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തില് യേശുവിന്റെ ജീവൻ നമ്മളിൽ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മള് ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലൂടെയാണ് യേശുവിന്റെ ജീവൻ നമ്മളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നതെന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ഈ വീണ്ടും ജനനം, രക്ഷ എന്നുള്ള പദമൊക്കെ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം ആ ഒരു വീണ്ടും ജനനത്തിന്റെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടയാണോ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചയാണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എത്ര പേർക്ക് അതെ എന്നുള്ളൊരു ഉത്തരം പറയാൻ പറ്റുന്നുള്ളൊരു കൈവെക്കാവോ? അപ്പം നിങ്ങൾക്ക് പലർക്കും അതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോ എന്താ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാല്, അല്ലെങ്കിൽ എന്ത് രക്ഷിക്കപ്പെടുക, അത് എന്താ, എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നേ എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് അനുഭവത്തിൽ നിന്നോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതിൽ നിന്നോ ആർക്കെങ്കിലും ഇവിടെ മൈക്സ് 2 മൈക്കുകളുണ്ട്, ഹാൻഡ് മൈക്ക് ഉണ്ട്, പാസ് ഔട്ട് ചെയ്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ചോദ്യത്തിന് വേണ്ട എന്ന് നിങ്ങളെ പിടിച്ച് കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിചാരിക്കരുത്. ബാക്കി ഞങ്ങളുടെ പേരൻസിനൊക്കെ മാറ്റി നിർത്തി ഞങ്ങളോട് കുറെ ചോദ്യങ്ങൾ വരികയാണല്ല. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് നിങ്ങൾ ഉറങ്ങാതൊക്കെ ഇരിക്കണമെന്ന് മാത്രമല്ല, നിങ്ങളും കൂടെ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് ഉത്തരം പറയാൻ. ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ചോദിക്കുക, സാധാരണ പോലുള്ള സാമുദായിക സഭകൾ, എസ്റ്റാബ്ലിഷ് എപ്പിസ്കോപ്പൽ ചർച്ചസ്, സാമുദായിക സഭകളൊക്കെ വിട്ടിട്ടായിരിക്കും പലരും നമ്മുടെ പോലത്തെയുള്ള വേർപെട്ട സഭകളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ നമ്മുടെ വ്യത്യാസമുണ്ടോ, നിങ്ങൾ എന്താ ഈ വീണ്ടും ജനനം, രക്ഷ എന്തൊക്കെയാണ് നിങ്ങളോട് ഒരാൾ ചോദിച്ചത്, നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ ഉത്തരം പറയുന്നേ? എങ്ങനെ ആരെങ്കിലും ഒരാളെന്ന് വോളണ്ടിയർ ചെയ്ത് പറയൂ. അത് പേരൊന്നും വിളിക്കുന്നില്ല. എന്താ ആരെങ്കിലും എന്താ രക്ഷിക്കപ്പെടുക എനിക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഏറ്റവും ഹോൾസം ആയിട്ടുള്ള, ഏറ്റവും തിയോളജിക്കലി ഏറ്റവും ഡോക്ടറിലി കറക്റ്റ് ആയിട്ടുള്ളതൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ സാധാരണ നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനോട് അല്ലെങ്കിൽ കൂട്ടുകാരിയോട് നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ജോബ് പറഞ്ഞു അങ്ങനെ എന്താ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാല്, ഞാൻ കരുതുന്നത് നമ്മുടെ ഹൃദയം മാറിയിട്ട് നമുക്ക് പാപത്തെ കുറിച്ച് കൂടുതൽ വ്യക്തമായ പാപത്തെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഹൃദയം നമുക്ക് ഭാഷയിൽ പറഞ്ഞാൽ ഇത് പുതിയൊരു ഹൃദയം നൽകി, പുതിയൊരു ആത്മാവിനെ നൽകുന്ന ഒരു ഇങ്ങനെ മനസ്സാക്ഷിയെ കൊടുക്കുന്ന അതാണ്. പാപത്തോട് കുറെ കൂടെ പുതിയതായ ഒരു സമീപനം കിട്ടും. അതെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എങ്ങനെയാ നമ്മൾ രക്ഷിക്കപ്പെടുന്നേ എന്ന് ചോദിച്ചാൽ സഫൈന പറഞ്ഞു. എന്റെ ഒരു പഴയ ലൈഫ് തീർച്ചയായിട്ടും ജീസസിന് വേണ്ടി ജീവിക്കാൻ പോകാനുള്ള ആ ഒരു ഡിക്ലറേഷനാണ്. അതെ അതെ, അപ്പൊ അത് എന്തൊക്കെയാ? അപ്പൊ നമ്മളുടെ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ള കാര്യം ഇത് നമ്മൾ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമ്മളുടെ ആ ഒരു പറഞ്ഞെടുക്കുക പാപത്തോടുള്ള ആ ഒരു സമീപനമൊക്കെ മാറി
എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മള് പ്രാക്ടിക്കലായിട്ട് എന്താ ചെയ്യണ്ടേ? ഇപ്പോ നിങ്ങളുടെ കുഞ്ഞു പിള്ളേർ നമുക്ക് തോന്നുന്ന രീതിയിൽ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളും എന്നാൽ പ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് അത്ര ഒരു ബോധ്യം ഇല്ലാത്തവർ കാണുമായിരിക്കും. അപ്പം നമുക്ക് എന്താ എങ്ങനെ യേശുവിനെ ഹൃദയത്തിലേക്ക് രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അഭിഷേകം എന്നല്ലേ അഭിഷേകം അതെ അതെ, നമ്മളൊരു പാപിയാണെന്നുള്ളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നു. ഡാനിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതെ അതെ, യേശുവിന് മാത്രമേ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു കാര്യം. ബെൽജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ജോർജ്? നീ എല്ലാവരുടെ പേര് അറിയാത്തോട്ട് ഞാൻ എല്ലാവരുടെ പേര് വിളിക്കാതെ കേട്ടോ, അറിയാത്തോട്ട് പേരൊക്കെ വിളിക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയിപ്പം അതായത് ബേസിക്കലി യേശു കർത്താവ് ആർക്ക് വേണ്ടിയാണ് വന്നത്? കർത്താവ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ഹിന്ദുക്കൾക്ക് വേണ്ടിയും ഒന്നുമല്ല വന്നത്, മറിച്ച് കർത്താവ് പാപികൾക്ക് വേണ്ടിയാണ് വന്നത്. അപ്പൊ ഞാനൊരു പാപിയാണെന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നൊരു കാര്യം. അത് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ എനിക്ക് രക്ഷിക്കപ്പെട്ട അനുഭവമൊക്കെ ഉണ്ടല്ലോ, ഞാൻ ബാപ്റ്റിസം ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണല്ലോ എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നത്. എങ്കിലും നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൽ തുടർമാനമായിട്ടും ആ ഒരു റെക്കഗ്നേഷൻ ഉണ്ട്. എന്നാൽ ആദ്യമായിട്ട് ഞാൻ നിത്യ നരകത്തിന് മാത്രം യോഗ്യതയുള്ള ഒരു പാപിയാണെന്നുള്ളൊരു കാര്യം നമുക്കൊരു ഉള്ളാനൊരു ബോധ്യം. ആ ഒരു കാര്യം നമ്മളിപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പം ഈ ഉച്ച കഴിഞ്ഞൊരു സമയത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സമയം കൊല്ലാനുള്ള ഒരു കുറച്ചൊരു സമയമായിട്ട് എടുക്കാതെ ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇപ്പം അവിടെ അങ്കിൾമാര് വളരെ വളരെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ യുവാക്കളായിട്ടുള്ളവര്, നിങ്ങൾക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ആ കാര്യങ്ങളിൽ അടിത്തറ ഉണ്ടെങ്കിലേ നമുക്കത് മുകളിലോട്ട് ബിൽഡപ്പ് ചെയ്യാൻ ഒക്കുള്ളൂ. അപ്പൊ ആ ഒരു രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പില്ലാത്തവര് ആരൊക്കെയാണോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ നമ്മൾ ഈ ഇരിക്കുന്ന ഇരിക്കത്ത് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കരച്ചിൽ വേണം. എന്താ? നമ്മൾ പാപികളാണ്. നമ്മൾ പാപികളാന്ന് പറയാൻ കാരണം നമ്മൾ ഏതാണ്ട് വലിയ വലിയ പാപങ്ങളൊക്കെ ലോകപ്രകാരമുള്ള വലിയ വലിയ പാപങ്ങളോ കൊലപാതകമോ വ്യഭിചാരമോ അതുകൊണ്ട് വലിയ വലിയ പാപങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാകത്തില്ല. നിങ്ങളൊക്കെ വളരെ ഡീസന്റ് ആയിട്ട് നല്ല ക്രിസ്ത്യൻ ഫാമിലീസിൽ ജനിച്ചു വളർന്നുകൊണ്ട് വലിയ മോശം അവസ്ഥയിലോട്ട് നമ്മൾ പോയിട്ടുണ്ടാകത്തില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? നമ്മുടെ ഒരു ഫ്ലഷ്, നമ്മുടെ ഒരു ജഡം, അത് നമ്മുടേതായ ഒരു സ്വന്തം ഇഷ്ടം, ദൈവത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ വചനം പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ്, യേശുവിന്റെ ആ ഒരു വിശുദ്ധി, യേശുവിന്റെ ഒരു സ്വഭാവത്തിന് വിഭിന്നമായിട്ടുള്ള ഒരു സ്വന്തം ഇഷ്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് എപ്പോഴും ഈ ലോകത്തിലേക്ക്, പാപത്തിലേക്ക്, ദൈവവചനത്തിന്റെ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് വിട്ടുപോകാൻ, മാറിപ്പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ ആ ഒരു കാര്യം, ഞാനൊരു പാപിയാണ് എന്റെ ജീവിതത്തില് അറിഞ്ഞു അറിയാതെ നമ്മളുടെ മനസാക്ഷിയോട് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ അറിഞ്ഞു അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്. ആ ഒരു റെക്കഗ്നിഷൻ, ആ ഒരു റിയലൈസേഷൻ, കർത്താവ് ഞാനൊരു പാപിയാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വരികയും ആ പാപത്തിന്റെ പരിഹാരം, പാപത്തിന്റെ ശിക്ഷ എന്താ ബൈബിൾ പറയുന്നേ? മരണം. എന്ന് പറയുമ്പോൾ നമ്മളിപ്പം എല്ലാവരും മരിക്കുമ്പോൾ പാപത്തിന്റെ ശിക്ഷയൊക്കെ അവരെ ഏറ്റെടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ടപ്പോ അങ്ങനെ മുമ്പിൽ എല്ലാവരെയും ദൈവത്തിന്റെ സ്വർഗത്തിലേക്ക് എടുക്കണം, അല്ലേ? ഇല്ലേ? പാപത്തിന്റെ ശിക്ഷ മരണമാണെന്ന് എവിടെ പറയുന്നേ? എവിടെ പറയുന്നേ? The basis of sin is death എന്ന് എവിടെ പറയുന്നേ? റോമൻസ് 6:23. റോമർ 6:23 ആരെങ്കിലും എടുത്ത് വായിക്കാവോ? അതായത് ബൈബിൾ ഉണ്ടല്ലോ അല്ലേ? റോമർ 6. അതിനു മുമ്പ് ആദ്യം നമ്മൾ എല്ലാവരും പാപികളാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ തന്നെ ആ കാര്യങ്ങൾ അത് പറഞ്ഞു. അപ്പൊ അതെന്താ പറയുന്നത്? നമ്മൾ എല്ലാവരും ഈ റോമൻ 6:23 പോകുന്നതിന് നമ്മൾ എല്ലാവരും പാപികളാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്ന വേഴ്സ് ചെയ്താ we all are sinners, all have sinned and have fallen short of the glory of God എന്ന് ഇവിടെ പറയുന്നത്. സ്നേഹം പറഞ്ഞേ റോമൻസ് 3:23 ഈ സൺഡേ സ്കൂൾ പിള്ളേർ പറയും. 3:23 അതായത് ഈ സൺഡേ സ്കൂൾ പിള്ളേർ കാമ്പേഴ്സ് പറയുമ്പോ റോമൻസ് 3:23 എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അത് വേഴ്സ് പഠിക്കാൻ തുടങ്ങുമ്പോൾ 3:23 എന്ന് പറയും. അപ്പൊ എന്താ 3:23? റോമൻസ് 3:23 ആണ്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആരെ എഴുതിട്ട് വായിക്കുന്നത്? ടൈറ്റസ് ആണ്. അതിന്റെ പേര് ടൈറ്റസ് എന്നല്ലേ? ടൈറ്റസ് എഴുതിട്ട് വായിക്കാവോ? റോമർ 3:23 എടുത്ത് എഴുതിട്ട് വായിക്കാവോ? അതെ, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത്
ദൈവ തേജസ് ഇല്ലാത്തവരായി. ഇപ്പൊ നമ്മൾ ഈ റൂമിൽ ഇരിക്കുന്ന ഇപ്പൊ നിങ്ങൾ എത്ര പേര് കാണും? എനിക്ക് തോന്നുന്നൊരു 50-ൽ കൂടുതൽ പേര് കണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിരിക്കുന്നു. അപ്പൊ പാപം എന്ന് പറഞ്ഞ പാപത്തിന്റെ ഒരു ഏറ്റവും നല്ലൊരു ഡെഫിനിഷൻ നമ്മള് സാക്വനം ബ്രദറിൽ കേട്ടിട്ടുള്ളത് പോലെ പാപത്തിന്റെ ബെസ്റ്റ് ഡെഫിനിഷന് ഈ ഒരു വേഴ്സിലുണ്ട്. പാപം എന്ന് പറഞ്ഞാൽ എന്താ? സാറ പറഞ്ഞേ, what is sin from this verse? Sin is, yeah, sin is anything that falls short of the glory of God. ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് കുറവുള്ള എല്ലാം പാപമാണ്. ദൈവത്തിന്റെ തേജസ് എവിടെ നമ്മൾ കാണുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്? ആരിലാണ് കാണുന്നത്? ജീസസില്. നമ്മളത് യോഹന്നാൻ 1:14 അത് വായിക്കുന്നുണ്ട്. ഈസോ ബിഹേൾഡ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. യേശു ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന് ഏകജാതനായ യേശുവിന്റെ ആ തേജസ് കണ്ടു എന്നൊക്കെ യോഹന്നാൻ 1:14 നിങ്ങൾക്ക് ബൈബിൾ നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യാം. റോമൻസ് 3:23 നമ്മളിപ്പോ കണ്ടു. പിന്നെ ജോൺ 1:14 ആരെങ്കിലും എടുത്ത് വായിക്കുന്നു യേശുവിന്റെ ദൈവത്തിന്റെ തേജസ് എവിടെ കണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്ന ആരും എടുത്ത് വായിക്കുന്നേ? ഞാൻ ഷെറിൽ എടുത്ത് വായിക്കാമോ? ജോൺ 1:14, യോഹന്നാൻ 1:14 വാക്യം. Yeah. We saw his glory. So the word became flesh. വചനം ജഡമായി തീർന്നു, വചനം മാംസമായി തീർന്നു, വചനം ശരീരമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. പിതാവിൽ നിന്നുള്ള തേജസ്, ആ ദൈവത്തിന്റെ തേജസ് ഞങ്ങൾ കണ്ടു. അപ്പൊ ദൈവത്തിന്റെ തേജസ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും സമ്പൂർണമായിട്ടും ആരിലെ വെളിപ്പെട്ടെ? അത് യേശു കർത്താവില്ല. അപ്പൊ യേശുവിന്റെ സ്വഭാവം, അത് യേശുവിന്റെ സ്വഭാവത്തെ കുറിച്ച് എന്തൊക്കെ നിറഞ്ഞ സ്വഭാവം എന്ന് പറയുന്നത് അവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ നിറഞ്ഞ ഏബില് പറയാമോ? ജോൺ 1:14 കൃപയും സത്യവും നിറഞ്ഞതായിട്ട് ഉള്ള സ്വഭാവം. അതായത് കർത്താവിന്റെ സ്വഭാവത്തിൽ നിന്ന് കർത്താവിന്റെ ആ കൃപയും കൃപ എന്ന് പറഞ്ഞാൽ ഏറ്റവും കർത്താവിന്റെ സ്നേഹവും കാരുണ്യവും മനസ്സലിവും ഒക്കെ. സത്യം എന്ന് പറയുമ്പോൾ ആ സത്യത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണത, കാർക്കശ്യത്തോടെ കർത്താവ് പാപത്തിനെതിരെ പാരമ്പര്യത്തിനെതിരെ കാർക്കശ്യത്തോടുള്ള ഒരു നിലപാടെടുത്തത്. അപ്പൊ അങ്ങനെ കർത്താവിന്റെ ഏറ്റവും ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ആ തേജസ് യേശുവിൽ ആ കൃപയും സത്യവും നിറഞ്ഞവരായിട്ട് കണ്ടു. അപ്പൊ ആ തേജസ്സിൽ കുറഞ്ഞതല്ല. നമ്മളിപ്പോ റോമൻസ് 3:23 എന്താ വായിച്ചത്? 3:23 എന്ന് പിള്ളേർ പറയുന്നത് 3:23 മറന്നുപോയി. റോമൻസ് 3:23 എന്താ പറയുന്നത്? ഓൾ ഹാസ്, ഒരു വ്യത്യാസവും ഇല്ല. നമ്മളിപ്പോ ഏത് ജാതിയിൽ ജനിച്ചാലും മതത്തിൽ ജനിച്ചാലും ആരുടെ മക്കളായിട്ട് ഏറ്റവും വിശുദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ നമ്മൾ ജനിച്ചാലും നമ്മളെല്ലാവരും ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും നമ്മുടെ റോമൻസ് 3:23 വരുമ്പോൾ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നുള്ള കാര്യം വായിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും പാപികളാണെന്നുള്ളൊരു ബോധ്യം. ഞാൻ ആദ്യം ഈ രക്ഷയുടെ കാര്യമൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വാട്ടർ ബാപ്റ്റിസം, ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം, പിന്നെന്താ കുറച്ചുകൂടെ പിന്നെ നിങ്ങളെ യൂത്ത് ഫേസ് ചെയ്യുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മളെല്ലാവരും പാപികളാണെന്നൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണം. നമ്മള് ദൈവത്തിന്റെ തേജസ്സിന് കുറവുള്ളവർ, യേശുവിന്റെ സ്വഭാവത്തിന് കുറവുള്ളവരാണ്, നമ്മൾ പാപികളാണ്. നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചോദിച്ചാൽ തന്നെ പറയാം, നമ്മുടെ ചിന്തകൾ, നമ്മളിപ്പം പുറമെ നല്ല ജീവിതമായിരിക്കും ജീവിക്കുന്ന നമ്മുടെ ചിന്തകളില്, നമ്മുടെ മനോഭാവങ്ങളിലൊക്കെ നമുക്ക് കോപവും ദുർമോഹവും അസൂയയും കയ്പും ക്ഷമിക്കാൻ പറ്റാത്ത സ്വഭാവവും ദേഷ്യവും, നമ്മളിപ്പം പേരൻസിനെ നമ്മള് അനുസരിക്കാതിരിക്കുന്നു, നമ്മുടെ സഹോദരങ്ങളോട് വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്നു, ചില ഈവൻ ആകുല ചിന്തകൾ, ആൻസൈറ്റി, ടെൻഷൻ, ഡോണ്ട് ബി ആൻഷ്യസ്, നിങ്ങൾ ആകുലപ്പെടരുതെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ നമ്മൾ ആകുലപ്പെടുമ്പോൾ അതും ദൈവത്തിന്റെ തേജസ്സിന് കുറവുള്ളതല്ലേ? അതും എല്ലാം പാപമാണ്. അപ്പൊ ദൈവത്തിന്റെ തേജസ്സിന് കുറവുള്ളതെല്ലാം പാപം. അപ്പൊ നമ്മൾ കർത്താവ് ഞാൻ പാപി. അപ്പൊ ഈ പാപത്തിന്റെ ശിക്ഷ എന്താ? അതാണ് നമ്മളിപ്പോ ആദ്യം കുഞ്ഞുങ്ങൾ പറഞ്ഞു. ഇത് റോമൻസില് തന്നെ 6-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യം, റോമൻസ് 6:23 എന്താ വായിക്കുന്നേ? പാപത്തിന്റെ ശമ്പളം ആരായിരുന്നു എഴുന്നേറ്റെന്ന് വായിക്കുന്നേ? നെവില് വായിക്കാവോ? നിങ്ങൾ എനിക്ക് പേരറിയാവുന്ന കുഴപ്പമാണല്ലോ. റോമൻസ് 6:23. അതെ. പാപത്തിന്റെ ശമ്പളം മരണം. മരണം എന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരും മരിക്കും. ആ ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് എന്തിനെ കുറിച്ച് പറയുന്നത്? ഇറ്റേണൽ ഡെത്ത്, സ്പിരിച്വൽ ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് നമ്മള് മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഡെത്ത് കൊണ്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ തീരത്തില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും മരിക്കുമ്പം നിങ്ങൾ മരിച്ചല്ലോ, അപ്പൊ പിന്നെ പാപത്തിന്റെ ശമ്പളം മരണം ഏറ്റെടുത്തു, അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പം സ്വർഗത്തിൽ എടുക്കുന്ന ദൈവത്തിന് പറയേണ്ടി വരും. ആ ഫിസിക്കൽ ഡെത്ത് ശാരീരിക മരണമല്ല, മറിച്ച് ആത്മാവിന്റെ മരണം. ആത്മാവിന്റെ മരണം എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ സെപ്പറേഷനാണ്.
ദൈവത്തിൽ നിന്ന് നിത്യമായിട്ട് നമ്മൾ സെപ്പറേറ്റഡ് ആവുന്ന ഒരു കാര്യം. നമ്മളുടെ ഈ പാപത്തിന്റെ ആ നിത്യമായിട്ടുള്ള ശിക്ഷ ദൈവത്തിന്റെ കണ്ടില്, വിശുദ്ധനായ ദൈവത്തിന്റെ കണ്ടില് ഈ പാപത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യമായിട്ടുള്ള നരക ശിക്ഷയാണ്. അപ്പൊ നിത്യമായിട്ടുള്ള ആ നരകാഗ്നിയിൽ നമ്മൾ വിൽ ബി ബേണിംഗ് ഇറ്റേണൽ ഹെൽ ഫയർ ഫോർ ഓൾ ഇറ്റേണിറ്റി. നമ്മുടെ ആ പാപത്തിന്റെ ദൈവം ഇപ്പൊ നമ്മളുടെ ഒരു ചിന്തയിലുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്ത, തെറ്റായിട്ടുള്ള ഒരു വാക്ക്, തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ എത്രയോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ യഥാർത്ഥത്തിലുള്ള ശിക്ഷ എന്താ? യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധനായ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ എല്ലാവരും നിത്യ നരകാഗ്നിയിൽ ഇരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ശിക്ഷ. എന്നാ ഈ ദൈവം ന്യായം ഉള്ള നീതിമാനായ ദൈവമായതുകൊണ്ട് ദൈവത്തിന് പാപത്തെ ശിക്ഷിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവം നീതിമാനായതുപോലെ തന്നെ ദൈവം എന്തും കൂടാ, ദൈവം സ്നേഹവാനും കൂടെ. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. അതാണ് യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു 2000ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഗോഡ് ബിക്കേം എ മാൻ. അതാണ് നമ്മൾ ഈ ജോൺ 1:14 ഗോഡ് ബിക്കേം ഫ്ലഷ്, വേർഡ് ബിക്കേം ഫ്ലഷ്. വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നു. ദൈവം തന്നെ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു നമുക്ക് ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു ജീവിതം, ആദ്യത്തെ 33 വർഷക്കാലം നമുക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിച്ചിട്ട് കർത്താവ് പഴയ നിയമത്തിലെ ആ പ്രവാചകന്മാര്, കർത്താവിന് മുമ്പേ ദൈവം അയച്ച പ്രവാചകന്മാരിലൂടെ പ്രവചിച്ച പ്രകാരം ദൈവം തന്നെ നമുക്ക് വേണ്ടി കാൽവരിയിലെ ആ ഒരു ക്രൂശ് മരണത്തില് കർത്താവിനെ തന്നെ ആ ക്രൂശ് മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും നമുക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊരു ആഗ്രഹത്തോടെ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ആ ക്രൂശ് മരണം എന്ന് പറഞ്ഞാൽ അത് വളരെ ദയനീയമായ, വളരെ കഠോരമായ, വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു മരണമാണ്. കർത്താവ് ശാരീരികമായിട്ട് തന്നെ മരിച്ചത്, പിന്നെ ആത്മീയമായിട്ടുള്ള പിതാവിൽ നിന്ന് വേർപെട്ട് നമ്മൾക്ക് വേണ്ടിയുള്ള നിത്യ നരകത്തിന്റെ അഗ്നിയൊക്കെ സഹിച്ചത് അതിലും ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവ് സഹിച്ചത്. അപ്പൊ അത് കർത്താവ് എനിക്ക് വേണ്ടി ആ സഹിച്ചെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി വിശ്വസിച്ച് എന്റെ പാവങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവ് ഞാൻ എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തെ എന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിന് എന്റെ ഹൃദയത്തിലേക്ക് എന്നെ സ്വീകരിക്കണം. ഇപ്പം മോള് ആദ്യം പറഞ്ഞതുപോലെ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണമെങ്കിൽ ഞാനൊരു പാപിയാണെന്നുള്ളത് ആദ്യം ഒരു കാര്യം എനിക്ക് ബോധ്യം വരണം. അതുപോലെ തന്നെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് ആ നിത്യമായിട്ടുള്ള നരകാഗ്നി. പാപത്തിന്റെ ശിക്ഷ എന്താ? നിത്യമായിട്ടുള്ള നരകശിക്ഷ. ആ നരകശിക്ഷ ആര് സഹിച്ചു? നിത്യമായിട്ടുള്ള നരകശിക്ഷ നിത്യനായിട്ടുള്ള ഒരു ദൈവത്തിന് മാത്രമേ സഹിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിത്യമായിട്ട് നരകത്തിൽ കിടക്കണം. അപ്പം അതിന് പ്രതിവിധിയായിട്ട് യേശു കർത്താവ് വെറൊരു മനുഷ്യനായിരുന്നെങ്കിൽ, കർത്താവ് വെറൊരു സൃഷ്ടിയായിരുന്നു എന്നുണ്ടെങ്കിൽ കർത്താവിന് ആ നിത്യമായിട്ടുള്ള നരകശിക്ഷ സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് നിത്യനായ ദൈവം നിത്യമായിട്ടുള്ള നിത്യം എന്ന് പറഞ്ഞാൽ അറിയാം, ഇറ്റേണൽ യുഗാന്തരങ്ങളോട് നമ്മൾ സഹിക്കേണ്ട ആ നരകാഗ്നി യേശു കർത്താവ് കാൽവരി കുരിശില് കർത്താവ് ആ നരകാഗ്നി നമുക്ക് വേണ്ടി ആ ഒരു അവസാനത്തെ 3 നാഴിക നേരം കർത്താവ് അവിടെ ഇരുട്ട് വ്യാപിച്ചു തന്നെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഇരുട്ട് വ്യാപിച്ചിട്ടും എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞ് അവിടെ യേശു നിലവിളിക്കുമ്പോൾ നേരത്തെ പിതാവിനാൽ കൈവിടപ്പെട്ടവനായിട്ടാണ് കർത്താവ് അവിടെ നിലവിളിക്കുന്നത്. മാത്രമല്ല ആ ക്രൂശ് മരണം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രക്തമെല്ലാം ചിന്തപ്പെടുന്ന ഒരു മരണമായിരുന്നു. നമ്മൾ ലേവ്യ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പാപയാഗങ്ങളുണ്ടായിരുന്നു. യേശു ഭൂമിയിൽ മനുഷ്യന്റെ അവതരിക്കുന്നതിന് മുമ്പ് ദൈവം കൊടുത്ത ന്യായപ്രമാണത്തില് ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തില് സിൻ ഓഫറിങ്ങിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പാപയാഗത്തിന്റെ പ്രമാണത്തെ കുറിച്ച് വായിക്കുമ്പോൾ ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാവോ? ആരെങ്കിലും? ആരോ വായിക്കുന്നേ? സോണി വായിക്കാവോ? പുരോഹിത് രക്തം കുറെ സന്നിധിയിൽ സമാധാന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിൽ പുരട്ടണം. കാളയുടെ ശേഷം രക്തം മുഴുവൻ സമാധാനത്തിന്റെ കൂടാരത്തിന്റെ ബാധിക്കുള്ള മുമ്പയാഗപീഠത്തിന് ലഭിച്ചായിരുന്നു. അതെ, താങ്ക് യു. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാല് രക്തം മുഴുവനും പാപത്തിന് പരിഹാരമായിട്ട് യേശു കർത്താവ് വന്നു നമ്മൾ പറയുന്നത്. രക്തം മുഴുവൻ, ഓൾ ദ ബ്ലഡ് ഓഫ് ദ ലാം ഹി ഷൽ pour out at the base of the altar. രക്തം മുഴുവനായിട്ട്. ഇപ്പം യേശു കർത്താവിന് ഒരു മരണശിക്ഷയാണ് വരിച്ചാൽ മതി, ഇപ്പൊ ഒരു വധശിക്ഷ, ഇപ്പൊ എന്താണ് തൂക്കുകയറോ അല്ലെങ്കിൽ ഒരു വെടിവെച്ചുള്ള ഒരു മരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരിക്കുന്നു. അധികം കുറച്ചുന്ന രക്തമാണോ എന്ന് ചിന്തമായിരിക്കും എന്നുള്ളതല്ലാതെ രക്തം മുഴുവൻ ചിന്തി പോവോ? ഇല്ല. ഒരാളെ വെടിവെച്ച് കൊല്ലുവാന്നിരിക്കട്ടെ, രക്തം കുറച്ച് ചിന്തമായിരിക്കും. പക്ഷെ ഇവിടെ പാപയാഗത്തിന് അവിടെ ആ കാളയുടെ രക്തം മുഴുവനും, ഓൾ ദ ബ്ലഡ് ഓഫ് ദ
bull he shall pour out on the face of the altar. Even അത് കഴിഞ്ഞിട്ടും നാളോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 18ാമത്തെ വാക്യത്തിനും ശേഷം രക്തം മുഴുവനും എന്ന് വായിക്കുന്നുണ്ട് 18th വേഴ്സില്. ആൻഡ് ഓൾ ദ ബ്ലഡ് he shall pour out on the altar. അത് പാളയത്തിന് പുറത്താണ് ഇത് ചെയ്യേണ്ടതെന്ന്, പാളയത്തിന് പുറത്തേക്കാണ് പിന്നെ ഈ കാളേജ് ബേൺ ചെയ്യേണ്ടതെന്നൊക്കെ 12ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഔട്ട്സൈഡ് ദ ക്യാമ്പ്. 21ാമത്തെ വാക്യത്തിൽ ഔട്ട്സൈഡ് ദ ക്യാമ്പ് എന്ന് വായിക്കുന്നുണ്ട്. ഈവൻ 25ാമത്തെ വാക്യത്തിൽ റെസ്റ്റ് ഓഫ് ഇറ്റ്സ് ബ്ലഡ് he shall pour out എന്ന് ഞാൻ പറഞ്ഞ ഔട്ട്സൈഡ് ദ ക്യാമ്പ്. കർത്താവ് പാളയത്തിന് പുറത്ത് യെരുശലേമിന് പുറത്ത് കാൽവരി മലയിലാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അപ്പൊ ആ പഴയ നിയമത്തിലെ പ്രവചനത്തിന്റെ നിവൃത്തിയായിട്ട് അതും രക്തമെല്ലാം ചിന്തപ്പെടണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ഒരാളുടെ രക്തം മുഴുവനായിട്ട് അങ്ങ് ചിന്തപ്പെടണമെങ്കിൽ ഈ രക്തം ചിന്താതെ പാപത്തിന് പരിഹാരമില്ല എന്ന് എവിടെ ബൈബിളിൽ പറയുന്നു? എനിക്ക് ആ വാക്യം അറിയാവോ? ഹീബ്രൂസ് ചാപ്റ്റർ 9 എബ്രായർ 9ാം അധ്യായത്തിന്റെ 22ാമത്തെ വാക്യം വായിക്കാവോ? എബ്രായർ 9ന്റെ 22ാമത്തെ വാക്യം ആരണ്യൊക്കെ എഴുന്നേറ്റ് വായിക്കുമോ? ഹീബ്രൂസ് 9:22 ന്യായപ്രമാണ പ്രകാരം വിതൗട്ട് ഷെഡിങ് ഓഫ് ബ്ലഡ് there is no forgiveness. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പൊ നമുക്ക് വേണ്ടി സമ്പൂർണ്ണമായിട്ട് വിമോചനമാവാൻ വേണ്ടി യേശു കർത്താവിന്റെ രക്തം മുഴുവൻ, കർത്താവ് നമുക്കുള്ളൊരു മനുഷ്യനായിട്ട് വന്നിട്ട് രക്തം മുഴുവനായിട്ട് ചിന്തപ്പെടണം. രക്തം മുഴുവനായിട്ട് ചിന്തപ്പെടാൻ വേണ്ടി ചിന്തയ്ക്ക് നമ്മളവിടെ ആ സുവിശേഷങ്ങളുടെ അവസാന അധ്യായങ്ങളിലേക്ക് നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തില് 18ാം അധ്യായം മുതൽ മത്തായിയുടെ സുവിശേഷത്തില് 26ാം അധ്യായം മുതൽ നമ്മൾ ആ അവസാനത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? കർത്താവിനെ ആദ്യം പിലാത്തോസ് സോൾജിയേഴ്സിനായിട്ട്, ഞാൻ പറഞ്ഞു വെച്ചാൽ യേശു കർത്താവ് നമുക്ക് എത്രമാത്രം ഒരു ആഴത്തിലുള്ള ഒരു യാഗമായി തീർന്നെന്നുള്ളൊരു കാര്യം പറയുക. അപ്പൊ അത് ഈ രക്ഷയുടെ അനുഭവം ഇല്ലാത്തവർക്ക് മാത്രമല്ല, രക്ഷയുടെ അനുഭവം ഉണ്ടായിട്ട് കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം ഒരു സ്നേഹമായി യേശു കർത്താവ് ഇങ്ങനെ എന്നെ സ്നേഹിച്ച് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. നമ്മുടെ പിലാത്തോസ്, നമ്മളിപ്പം യോഹന്നാൻ 19:1 വായിക്കുവാണെങ്കിൽ പിലാത്തോസ് അടിക്കാനായിട്ട് യോഹന്നാൻ 19:1 ഞങ്ങൾ അവിടെ ബാംഗ്ലൂരത്ത് കോട്ടേജ് മീറ്റിംഗ്സിൽ യോഹന്നാന്റെ സുവിശേഷം പ്രതിവാക്യമായിട്ടൊക്കെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ കഴിഞ്ഞ മൂന്നാലാഴ്ചകളായിട്ട് ഞങ്ങൾ ആ 19ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അപ്പോഴാണ് ഞാൻ തന്നെ ഈ പല സുവിശേഷങ്ങളുമായിട്ട് കാര്യങ്ങളും അതിന്റെ ക്രൂശീകരണത്തിന്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ, അന്നത്തെ ക്രൂശിന്റെ ഭാരവും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് ശരിക്കും യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേൽന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത മരണമായിരുന്നു. വല്ലാത്തൊരു എന്താ പറഞ്ഞേ, നമുക്ക് മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാനാവുന്നതിന് ഉപരിയുള്ള ഒരു ടോർച്ചർ, വല്ലാത്തൊരു ഭയങ്കരമായിട്ടുള്ളൊരു മരണമാണ് കർത്താവ് കടന്നുപോയെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. യോഹന്നാൻ 19:1 വായിക്കുവാണെങ്കിൽ അനന്തരം പിലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറ് കൊണ്ട് അടുപ്പിച്ചു. അന്നത്തെ റോമൻ പടയാളികളുടെ വാറ്, അവരുടെ സ്കേർസ് എന്നൊക്കെ പറഞ്ഞാല്, ചാട്ടവാറെന്നൊക്കെ പറഞ്ഞാല് ഈ ഒത്തിരി കൂർത്ത എല്ലും കഷ്ണങ്ങളും പല മെറ്റാലിക് പീസസ് ഒക്കെ ഇങ്ങനെ ഒത്തിരി കൂർത്തകളുള്ള ഒത്തിരി അങ്ങനെയുള്ള വാറുകൾ. അപ്പൊ അത് പുറമെല്ലാം ഉടുവുചാലം പോലെ ആയി, ഒരു പ്ലോ പോലെ ആയി എന്നൊക്കെ നമ്മളവിടെ 129ാം സങ്കീർത്തനം എടുക്കാവുന്ന നിങ്ങള് 129ാം സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതായത് ഞാൻ പറയുന്നത് വെച്ചാല് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള കാര്യമാണുള്ളത്. നമ്മള് യഥാർത്ഥത്തിൽ ഒരു രക്ഷയുടെ ഉറപ്പില്ലാതെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന്റെ ഒരു ഉറപ്പില്ലാതെ, അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊരു ഗ്രാഹ്യം ഇല്ലാതെ നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ ഒത്തിരി വിഷമം, ഒത്തിരി വേദനയായിരിക്കും. നമ്മൾ വേണ്ടുമെന്ന് ആ ഒരു യേശുവിന്റെ ജീവൻ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കാതെ നമ്മള് ചിലര് രക്ഷയുടെ ഉറപ്പില്ലാതിരിക്കുന്നു, ചിലർ രക്ഷിക്കപ്പെട്ടിട്ടും വേണ്ടുകൊണ്ടുള്ള ഒരു തീക്ഷ്ണതയോടെ കർത്താവിനായിട്ട് പൂർണ്ണമായിട്ടും നമ്മളങ്ങ് ഒരു സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരാതിരിക്കുമ്പോൾ അത് കർത്താവിന്റെ ഹൃദയത്തിൽ ഭയങ്കര വേദനയുള്ള കാര്യം. അപ്പം അത് കർത്താവ് എത്രമാത്രം എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നതിന്റെ ആ കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ കാണുമ്പോൾ ഈ 129ാം സങ്കീർത്തനത്തില് ഈ കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ഒരു പ്രോഫസിയ അതിന്റെ 3ാമത്തെ വാക്യത്തിൽ ഒഴുകുക എന്റെ മുതുകിന്മേൽ ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. The flowers plowed upon my back, they lengthened their furrows. എന്ന് വെച്ചാൽ ഈ കർത്താവിനെ ചാട്ടവാറം അടിച്ചപ്പോ യോഹന്നാൻ 19:1 വായിച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ ഈ എന്താ ചൂണ്ടയുടെ കൊടുത്തു മാതിരി ഒരു അടി, അതുകൊണ്ട് ആ അടിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് മാംസം എല്ലാം കൂടിഞ്ഞ് എന്തുകൊണ്ട് അങ്ങനെ എല്ലാം പ്രധാന അടി യോഗ്യതെന്ന് വെച്ചാൽ രക്തം മുഴുവനും എനിക്കായിട്ട് ചിന്തണം. ആർക്കായിട്ട്? നമുക്ക് ഓരോരുത്തർക്കുമായിട്ട്. നിങ്ങൾക്കായിട്ട് അത് എനിക്കായിട്ട് കർത്താവ് ആ രക്തം ചിന്തിയത് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചൊരു ആഴത്തിലുള്ളൊരു ബോധ്യം വരണം. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ളൊരു ആഴത്തിലുള്ളൊരു മാനസാന്തരം. ഇപ്പൊ നമ്മള് രക്ഷിക്കപ്പെട്ടവര് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളെ ചെറുപ്പക്കാരെ കുറെ പേര് ഇവിടെ ഉണ്ട്, രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് അത്രയൊക്കെ ഉറപ്പില്ലാത്തവരുണ്ട്. പക്ഷെ നമുക്ക് ആഴത്തിലുള്ള ഒരു മാനസാന്തരം, ആഴത്തിൽ കുഴിച്ച് നിങ്ങള് അടിസ്ഥാനം ഇടണമെന്ന് കർത്താവ്
മത്തായി 7-ന്റെ അവസാനത്തില് ലൂക്കോസ് 6-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. ഡീപ്പ് ആഴത്തിലുള്ള ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാനമാണ് അടിസ്ഥാനത്തിന്റെ ഒരു വലിയ ഘടകമായി മാനസാന്തരം എന്ന് എബ്രായർ 6-ന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആഴത്തുള്ള ഒരു മാനസാന്തരം നമുക്ക് വരണമെങ്കിൽ കർത്താവ് ക്രൂശിൽ സഹിച്ച ആ ഒരു വലിയ ആഴത്തിലുള്ള ഒരു പീഡനവും പ്രയാസവും കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു കുറച്ചുകൂടെ അതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച നമുക്ക് വരണം എന്നുള്ളത്. അപ്പൊ ഉഴവുചാലുകളെ ഫ്ലവേഴ്സ് ഇപ്പൊ നമ്മൾ ഈ കണ്ട ഒരു ഉള്ളുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഫറോസ് മാതിരി. അതുപോലെ കർത്താവിന്റെ മുറിവെല്ലാം അവര് അതുപോലെ ആക്കി. അത് കഴിഞ്ഞിട്ട് മുൾക്കിരീടം തലയിൽ വെച്ചെന്ന് പറയുമ്പോൾ അവിടെ പുറത്തുള്ള രക്തമെല്ലാം വാർന്നൊഴുകി. പിന്നെ കർത്താവിന്റെ വസ്ത്രം മാറ്റിയിട്ട് വേറെ ധൂമ്ര വസ്ത്രം, പർപ്പിൾ സ്കാർലറ്റ്, ചുവന്ന ഒരു വസ്ത്രം ധരിപ്പിച്ചെന്നൊക്കെ വായിക്കുമ്പോൾ ഈ രക്തമെല്ലാം കൂടെ കട്ട പിടിച്ചിട്ട് പിന്നെ അതെല്ലാം കൂടെ പറിച്ചെടുക്കുമ്പോഴത്തേക്കും ആ രക്തവും കൂടെ ഒക്കെ തന്നെ അത്രയും കൂടെ മാംസം കൂടെ അങ്ങ് പിഴുതു വരും. അത് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനെ അവരങ്ങനെ ചെയ്തു എന്നുള്ള ഒരു പച്ചയായ മനുഷ്യനെ ഒരു മനുഷ്യനായിട്ട് വന്ന് ഇതെല്ലാം സഹിച്ചു ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ മുൾക്കിരീടം ധരിപ്പിച്ചു എന്ന് പറയുമ്പോൾ തലയിലുള്ള തലയിൽ രക്തക്കുഴലും ഉണ്ട് അല്ലെ, അവിടുത്തെ എല്ലാ രക്തമെല്ലാം മാർന്ന് ഒഴുകാൻ വേണ്ടി തക്കവണ്ണം. അപ്പൊ ഈ എന്താ പറയുക, ആ കാളക്കൂറ്റിന്റെ ആ കാളയുടെ രക്തം മുഴുവനായിട്ട് പാപയാഗത്തില് പോടോട്ടാവണം. യേശുവിന്റെ രക്തം മുഴുവനായിട്ട് ഒഴുക്കപ്പെടണം. അപ്പൊ അതിനായിട്ട് കർത്താവ് പിതാവ് ഇതുപോലൊരു, അതായത് എന്നെ രക്ഷിക്കാനായിട്ട്, നമ്മുടെ ഓരോരുത്തരെ രക്ഷിക്കാനായിട്ട് ദൈവപിതാവ് എത്ര വലിയൊരു ആഴത്തിലുള്ള ഒരു സാക്രിഫൈസ് ചെയ്തെന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പം മുൾക്കിരീടം എല്ലാം തലയില് തറച്ച് കയറുമ്പോഴത്തേക്കും ഇവിടെയുള്ള എല്ലാ വെയിൻസും ആർട്ടറീസും കാറ്ററീസും എല്ലാം കൂടെ ഓപ്പൺ ചെയ്ത് ഇവിടുന്നുള്ള രക്തം എല്ലാം കൂടെ ഒഴുകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിലൊരു ചെങ്കോല് മാതിരി രാജാവല്ലേ, യഹൂദന്മാരുടെ രാജാവല്ലേ, മത്തായി 27-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ രാജാവല്ലേ എന്നൊക്കെ പറഞ്ഞൊരു ചെങ്കോല് മാതിരി ഒരു ഒരു കോല് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പിടിച്ചു വാങ്ങിച്ചിട്ട് അവർ തലയിൽ അത് വെച്ച് അടിക്കുന്നു. അപ്പോ അവിടെയുള്ള രക്തം എല്ലാം കൂടെ വാർന്നൊലിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ രാത്രി മൊത്തം നമ്മൾ നോക്കുമ്പോൾ അവിടെ കർത്താവിനെ ഗെത്സമനെ തോട്ടത്തിൽ പിടിച്ചുകൊണ്ട് അന്നാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അന്നാസ് എന്ന് പറഞ്ഞ മഹാപുരോഹിതൻ. പിന്നെ കയ്യഫാവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നെ കയ്യഫാവ് പിലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. പിലാത്തോസ് ഹെറോദാന്റെ അടുത്തേക്ക് അയക്കുന്നു. ഹെറോദാന്റെ അടുത്തുനിന്ന് പിന്നെ പിലാത്തോസിന്റെ അടുത്തേക്ക് വരുന്നു. പിലാത്തോസ് പിന്നെ റോമൻ പടയാളികൾക്ക് കൈമാറുന്നു. പിന്നെ കർത്താവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം അത്രയും കർത്താവിന് കുടിക്കാൻ ആരെങ്കിലും വെള്ളം കൊടുത്തു. ഇത്ര രക്തം നമ്മളുടെ കുറച്ച് രക്തം പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഡീഹൈഡ്രേഷൻ വന്ന് നമുക്ക് വല്ലാതെ ദാഹിക്കാൻ തുടങ്ങും. കർത്താവ് ഈ രാത്രി മുഴുവൻ ഇതെല്ലാം നടന്ന് രക്തമെല്ലാം ഒലിച്ചുകൊണ്ട് കർത്താവിന് കുടിക്കാൻ വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു. കർത്താവിന് ഉറങ്ങാൻ പറ്റിയോ രാത്രിയിൽ? അവര് ബന്ധിച്ചുകൊണ്ട് പോയി. നമ്മള് ഇത് യോഹന്നാൻ 18-ാം അധ്യായത്തിൽ ഗെത്സമനെ തോട്ടത്തിൽ കർത്താവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കർത്താവിനെ ഞാൻ പറഞ്ഞു വെച്ചാൽ എത്രമാത്രം കർത്താവ് എന്നെ സ്നേഹിക്കുന്നു സ്നേഹിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അവിടെ അതിൽ കാണുന്നത്. അപ്പൊ നിങ്ങള് യുവാക്കളോട്ട് ആ കാര്യങ്ങളാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. യോഹന്നാൻ 18-ന്റെ 12 വായിക്കുമ്പോൾ കർത്താവിനെ അവർ പിടിച്ചു കെട്ടി, പട്ടാളവും സഹസ്രാധിപന്മാരും യഹൂദന്മാരുടെ ചേരുവയിലും യേശുവിനെ പിടിച്ചു കെട്ടി ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. അപ്പൊ പിടിച്ചു കെട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ 24-ാമത്തെ വാക്യത്തിലും കെട്ടപ്പെട്ടവനായിട്ട് ആ ഹന്നാവ് അവനെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കൽ അയക്കുന്നു. ഇതിന് കെട്ടപ്പെട്ടവനായിട്ടാണ് പിലാത്തോസിന്റെ അടുക്കൽ, ഹെറോദാന്റെ അടുത്ത്. അവരുടെ ഈ കളിപ്പാവ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുക. അത് ആരാ? സർവശക്തനായ ദൈവത്തിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഇങ്ങനെ ആവുന്നുണ്ട്. ഇതിനു വേണ്ടി എന്നെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ചെയ്ത് എനിക്കായിട്ട് യാഗമായി തീരാൻ അത്രമാത്രം കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളൊരു കാര്യം. കർത്താവിന്റെ ആ സ്നേഹത്തെ കാണുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരം വരുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവ് ഞാൻ എനിക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്, കർത്താവ് യഥാർത്ഥത്തിൽ അവിടെ തന്നെ അത്രയധികം സ്നേഹിച്ചു എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോവുകയും കർത്താവിനെ ക്രൂശ് ചുമന്നോട്ട് പോകാൻ തന്നെയുള്ളൊരു ആരോഗ്യം കർത്താവിനില്ലായിരുന്നു. അതുകൊണ്ട് ഒരാളെ, ഒരു കുറേനക്കാരനായ ഒരു സീമോനെ ക്രൂശ് ചുമപ്പാൻ ഏൽപ്പിച്ചതായിട്ട് നിർബന്ധിച്ചതായിട്ടൊക്കെ നമ്മൾ മത്തായി മർക്കോസ് സുവിശേഷങ്ങളിലൊക്കെ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു കുരിശിന്റെ ഫുൾ വെയിറ്റ് എന്ന് പറയുന്നത്, കുരിശിന്റെ ആ ഒരു വെർട്ടിക്കൽ ലംബമായിട്ടുള്ള ആ വലിയ തടി അവിടെ എവിടെയാണ് ക്രൂശിക്കപ്പെടുന്ന ആ ഗോൽഗോഥ അല്ലെങ്കിൽ ആ കാൽവരിയിലെ നല്ല മേലെ അത് സ്ഥാപിച്ചിരിക്കും. അതുകൊണ്ട് ആ തിരശ്ചീനമായിട്ടുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള ബീം, ആ വലിയ തടി കഷ്ണമാണ് ചുമന്നുകൊണ്ട് പോകേണ്ടത് ഈ ക്രൂശിക്കപ്പെടാൻ പോകുന്നതാണ്. അപ്പൊ ആ തടി കഷ്ണം ചരിത്രം പറയുന്നത് വെച്ചാൽ ഒരു ഇത്ര പൗണ്ട്സ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം കിലോഗ്രാമിൽ പറയുമ്പോൾ ഒരു 45-50 കിലോ, 50-54 കിലോ വെയിറ്റ് ഉള്ള ഒരു വലിയ മര കഷ്ണമാണ് കർത്താവ് ചുമന്നുകൊണ്ട് പോകണ്ടേ. അപ്പം കർത്താവ് ചുമന്നുകൊണ്ട് പോയാൽ കർത്താവിന് വീണു പോകുന്നോണ്ട് അത് ചുമക്കാൻ ആരോഗ്യം പോലും ഇല്ലാതെ വണ്ണം കർത്താവ് അത്രയും ബലഹീനനായി പോയി. അതുകൊണ്ടാണ് വേറൊരാളെ, ഒരു സീമോനെ അവിടെ പിടിച്ച് ഈ ക്രൂശ് ചുമപ്പിക്കേണ്ടതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി കൈകളൊക്കെ ആണയിടിച്ച് കാൽപാദത്തെങ്കിലും ഒക്കെ ആണയിടിക്കുമ്പോഴത്തേക്കും തലമുതൽ മുൾമുള്ളി മുതൽ
കാൽപാദം വരെയുള്ള എല്ലാ രക്തവും ചിന്തപ്പെട്ടു. അവസാനം പിന്നെ രക്തം പമ്പ് ചെയ്യുന്ന എവിടെ? ഹൃദയത്തിൽ നിന്ന്. അപ്പൊ ഹൃദയത്തിൽ കുറച്ച് രക്തം അവശേഷിക്കുന്നുണ്ട്, അതും കൂടെ ചിന്തപ്പെടണം. അതിനായിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരു റോമൻ പടയാളി വന്ന് കർത്താവിനെ ബിലാവിൽ കുത്തുന്നതായിട്ട് നമ്മൾ അവിടെ യോഹന്നാൻ 19 കാണുന്നുണ്ട്. അപ്പൊ ആ ബിലാവിലും കൂടെ കുത്തുമ്പോഴത്തേക്കും ഹാർട്ടിൽ ബാക്കി ഉണ്ടായിരുന്ന ബ്ലഡും വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങനെ അവസാനമുള്ള രക്തവും ആ കാൽവരി മലയിൽ എനിക്കായിട്ട് എന്റെ യേശു കർത്താവ് ചിന്തിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊരു ബോധ്യം, കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് കർത്താവ് ഇതെല്ലാം ഇത്ര വലിയൊരു യാഗം കർത്താവ് സഹിച്ചെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടോ? ഞാനൊരു പാപിയാ, കർത്താവ് എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ വേണ്ടി. ഇത് കർത്താവിന്റെ ശാരീരികമായിട്ടുള്ള ഇടകൾ തന്നെ ഈ കാര്യങ്ങളിൽ ഞാനെന്താ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയെന്താ. പിന്നെ കർത്താവിന്റെ ആത്മീയമായ പീഡനം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യമായിട്ടുള്ള നരകയാതന എന്ന് പറഞ്ഞാല് ദൈവത്തിൽ നിന്ന് ദൈവപിതാവിനോടുള്ള ആ ഒരു അതുവരെ ഉണ്ടായിരുന്ന ഫെലോഷിപ്പ് എല്ലാം ബ്രേക്കായി അവിടെ 3 നാഴിക നേരം എല്ലാവരും കൈവിടപ്പെട്ടവനായിട്ട് അപമാനത്തിനായിട്ട്, ഏതൊരു അപമാനത്തെക്കാട്ടിലും പിതാവിനോടുള്ള ആ ഒരു കൂട്ടായ്മ വിച്ഛേദിക്കപ്പെട്ട് നിത്യമായിട്ടുള്ള നരകാഗ്നി കർത്താവ് അതിൽ വെന്തിരിഞ്ഞു. അപ്പൊ അത് ഞാൻ ഇന്ന് കാണുമ്പോ കർത്താവ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ. അവിടുന്ന് അങ്ങനെ മരിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഞാൻ ആ കർത്താവിന്റെ ആ ക്രൂശ് മരണം എനിക്ക് വേണ്ടി മാത്രമായിട്ട് കർത്താവ് മരിച്ച്, ഈ ലോകത്തിൽ വേറെ ഒരു പാപിയായിട്ട് വേറെ ആരും ഇല്ലായിരുന്നെങ്കിൽ പോലും എനിക്കായിട്ട് എന്റെ കർത്താവ് ഇങ്ങനെ വന്ന് മരിക്കുമായിരുന്നു. അത്രയധികം എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം വിശ്വസിച്ച് ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഭരമേൽപ്പിക്കുമ്പോഴാണ് അങ്ങനെ റിപ്പന്റ് ആൻഡ് ബിലീവ്, ഈ റിപ്പന്റൻസ് ആൻഡ് ഫെയ്ത്ത് ജീവിതം മൊത്തം വേണ്ടതായിരുന്നു. ജീവിതത്തിന് ആ തുടക്കത്തിൽ തന്നെ ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിന് രക്ഷയ്ക്കായിട്ട് വേണ്ട 2 ഘടകങ്ങൾ നമ്മൾ കർത്താവ് പ്രീച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് പറയുന്നത് റിപ്പന്റ് ആൻഡ് ബിലീവ്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. മാർക്കോസ് 1:14-15 വാക്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ വാക്യം കാണുമ്പോൾ കർത്താവ് ആദ്യം പ്രീച്ച് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം, അപ്പൊ ആ ഒരു റിപ്പന്റൻസിന്റെ അത് അതിനുവേണ്ടി ഞാൻ ആ കർത്താവ് ക്രൂശിലെ കർത്താവ് സഹിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കാവോ? എന്നാൽ യോഹന്നാൻ തന്നെ വായിക്കാം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം, മർക്കോസ് 1-ാം അധ്യായത്തിന് 14-15 വാക്യങ്ങളെ. യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ റിപ്പന്റ് ആൻഡ് ബിലീവ്. അപ്പൊ ആ ഒരു റിപ്പന്റൻസ് ആൻഡ് ഫെയ്ത്ത്, മാനസാന്തരം, വിശ്വാസം, ക്രിസ്ത്യ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വേണ്ടുന്ന ഒരു വർത്തമാനമായ രീതിയിൽ പ്രോഗ്രസീവ്ലി ഇൻക്രീസിംഗ് മെഷറിൽ വർദ്ധിക്കുന്ന ഒരു അളവിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന 2 കാര്യങ്ങൾ റിപ്പന്റൻസ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് റിപ്പന്റ് ചെയ്യാൻ എപ്പോഴെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ആ ഒരു സ്നേഹത്തെ കാണുമ്പോൾ കർത്താവ് ക്രൂശിൽ മാത്രം എനിക്ക് വേണ്ടി സഹിച്ചു. എന്റെ പാപം എത്ര ഭീകരമാണ്, എന്റെ പാപത്തിന്റെ സീരിയസ്നെസ് അത്രമാത്രം ഉള്ളത് കൊണ്ടാണ് എത്ര വലിയൊരു ത്യാഗം കർത്താവിനെ കഴിക്കേണ്ടി വന്നത്. അതുകൊണ്ട് അത് കണ്ട് ആ കർത്താവിന്റെ സ്നേഹത്തെ കണ്ട് കർത്താവ് എനിക്ക് വേണ്ടിയല്ല ഞാൻ കർത്താവ്, എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ എന്റെ ജീവിതത്തെ ഞാനൊക്കെ തരുന്നു. എന്റെ ജീവിതത്തിന്റെ ഒരു ഡ്രൈവിംഗ് സീറ്റ് ഞാൻ കർത്താവിനായിട്ട് ഒഴിഞ്ഞു തരുന്നു. ഇപ്പൊ നമ്മള് ഞാൻ ബൈക്കൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് കുറച്ച് ലോങ് ജേർണി പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചൊരു ഉറക്കം വരാൻ തോന്നുമ്പോഴത്തേക്കും ഞാൻ സൈഡിലോട്ട് പാർക്ക് ചെയ്ത് ഡ്രൈവിംഗ് സീറ്റ് വൈഫിന് കൊടുക്കും. അപ്പം അങ്ങോട്ട് തിരിഞ്ഞ് കയറി വന്ന് വൈഫ് വന്ന് ഡ്രൈവ് ചെയ്യുന്നു. അതുപോലെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന ആളെ എങ്ങോട്ടാ വണ്ടി പോകുന്നതെന്ന് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഡ്രൈവിംഗ് സീറ്റിൽ ആരാ ഇപ്പൊ ഇരിക്കുന്നത്? എന്റെ ജീവിതത്തിന്റെ ആ ഒരു നിയന്ത്രണം ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റ് യേശുവിനായിട്ട് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ആഴത്തിലുള്ള ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വരണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട അനുഭവം ഉള്ളവർ നിങ്ങൾ കാണും. പക്ഷെ എങ്കിലും ആഴത്തിലുള്ള ഒരു മാനസാന്തരത്തിന്റെ ഒരു സമയമായിട്ട് നമ്മള് ഇപ്പൊ ഒരു പ്രാർത്ഥന നമ്മള് എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അത് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് പിന്നെയും കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ജീവിതത്തിന്റെ ആ ഒരു നിയന്ത്രണം എനിക്കായിട്ട് തന്നെ ഇത്രയും കാലവും ജീവിച്ചു. ദൈവമുമ്പാകെ നമ്മള് മൗനമായിട്ട് കർത്താവ് എനിക്ക് വേണ്ടി ആ പാപത്തിന്റെ ശിക്ഷ, ആ നിത്യ നരകയാതന അത് ഏൽക്കാനായിട്ട് കർത്താവപ്പെട്ട പാടുകള്, കർത്താവിന് പുറമൊഴുകാൻ പോലെ എനിക്കായിട്ട് ക്ലൗഡായി ഉരുൾപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. ആ മുൾമുടിയും അത് മാത്രമല്ല, പിന്നെന്താ ചാട്ടുപാറടിയും അവര് മുഖത്ത് നോക്കി തുപ്പുന്നതും മുഷ്ടി കൊണ്ട് മുഖത്ത് ഇരിക്കുന്നതൊക്കെ നമ്മുടെ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിന്റെ ആ ഒരു നിയന്ത്രണം കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണം. എന്റെ ജീവിതമാകുന്ന ആ കാറിന്റെ ചാവി
ഞാൻ അങ്ങേക്ക് തരുന്നു കർത്താവെ, അവിടെ തന്നെ നിയന്ത്രിക്കണേ കർത്താവിനെ. എനിക്കായിട്ടല്ല, അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് മൗനമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു നിയന്ത്രണം കർത്താവിനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാം. അന്നത്തെ സമയം മൗനമായിട്ട് നിൽക്കുമ്പോൾ അതൊരു കർത്താവായിട്ടുള്ള ഒരു സീരിയസ് എക്സ്ചേഞ്ച് ആയിട്ട് എന്റെ ജീവിതം കർത്താവെ, ഞാൻ ഇനി എനിക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കായിട്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, ഇവിടെ എനിക്ക് വേണ്ടി മരിച്ചു തീർച്ചു ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ഞാൻ അവിടത്തേക്ക് തരുന്നു എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. മൗനമായിട്ട് നമ്മുടെ അടുത്ത സമയം നമുക്ക് കർത്താവിന്റെ മുമ്പാകെ നമുക്ക് ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയൊക്കെ ഓർത്ത് നമുക്ക് കർത്താവിനോട് ക്ഷമ ചോദിക്കാം. പാപങ്ങളൊക്കെ കർത്താവിനോട് ഏറ്റു പറയുന്നത് നമ്മുടെ മനോഭാവങ്ങളിലും ചിന്തകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പാപങ്ങള്, നമ്മളുടെ വാക്കുകളിൽ ഉണ്ടായിട്ടുള്ള പാപങ്ങള്, നമ്മളുടെ ദേഷ്യവും കോപവും മോഹവും അശുദ്ധ ചിന്തകളും ജീവിതത്തിന് പ്രസാദമില്ലാത്ത പല കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കാത്ത നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങള്, പല വീഴ്ചകളൊക്കെ യേശുവിനോട് ഏറ്റു പറയാൻ കർത്താവേ, അവിടുന്ന് കാലൊരു കുരിശിൽ എനിക്കായിട്ട് രക്തം ചിന്തയില്ല, അവസാനത്തെ രക്തവും ചിന്തയില്ല, രക്തത്തിൽ ഇപ്പൊ എന്നെ കഴുകണേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ കർത്താവിനെ ഭരണീകരിപ്പിക്കാം. യേശു അവിടുന്ന് ഹൃദയത്തിലേക്ക് കടന്നു വരണം. കർത്താവേ, അവിടുത്തെ ഞാൻ നാഥൻ രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്നു, രക്ഷകനായിട്ട്, എന്റെ നാഥനായിട്ട്, എന്റെ കർത്താവായിട്ട്, എന്റെ ജീവിത ലോഡ്ഷിപ്പ് കൺട്രോള് കർത്താവെ അവിടത്തേക്ക് തരുന്നു. അവിടുന്ന് എന്നെ നിറച്ചായിട്ട് കർത്താവിനെ പ്രാർത്ഥിക്കാം. ഞാനൊരു ചെറിയൊരു പ്രാർത്ഥന നിങ്ങൾ ഓരോരുത്തരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെടാനുള്ളവരാണ്. എങ്കിലും ഞാനൊരു ചെറിയൊരു പ്രാർത്ഥന എഴുതിയിടുന്നത് നിങ്ങളും എൻ്റെ കൂടെ എഴുതിയിടാനായി ഉത്സാഹിപ്പിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹൃദയത്തിൽ നിന്ന് നിങ്ങളത് കർത്താവിനോട് ഏറ്റു പറയാം. സ്നേഹം നിറഞ്ഞ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. എന്റെ ചിന്തകളിലും എന്റെ വാക്കുകളിലും എന്റെ മനോഭാവങ്ങളിലും എന്റെ പ്രവൃത്തികളിലും ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്റെ പാപത്തിന്റെ ശിക്ഷ, ആ നരകശിക്ഷ അങ്ങ് കാൽവരി കുരിശിൽ ചുവന്നൊഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കായിട്ട് അവിടുന്ന് പെട്ട എല്ലാ പ്രയാസങ്ങൾക്കും നന്ദി കർത്താവേ. എന്നോട് ക്ഷമിക്കണം. ഞാനിനി അങ്ങേക്കായിട്ട് ജീവിക്കാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. എന്നോട് ക്ഷമിക്കണം കർത്താവേ. യേശുവേ, അവിടുത്തെ ഹൃദയത്തിലേക്ക് വരണം. അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധമാക്കണം. എന്റെ ഹൃദയത്തിൽ അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണം. പിന്നെ അവിടുത്തെ പൈതലാക്കി തീർക്കണം. നന്ദി പിതാവേ, എന്നെ അവിടുത്തെ മകനായിട്ട് മകളായിട്ട് സ്വീകരിച്ചതിനായി നന്ദി. എന്റെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. എല്ലാ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ഒരു ചെറിയൊരു പാട്ട്, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവസംഘത്തെ യേശു നമുക്ക് പാട്ട് പാടിയിട്ട് നമുക്കിനി ബാക്കി കുറച്ചുകൂടി സമയം ചെലവഴിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചോദിക്കാനുള്ള. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയെല്ലാം ആഗ്രഹിപ്പാനാരുമേ, ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നീടത്തിൽ വന്നതും, നീജരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീജരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും,
നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാവേരി മലമുകളിൽ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂക്കി മരിച്ചു വീരേറിയ. കാൽകരം ചേർന്നു തൂക്കി മരിച്ചു വീരേറിയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. ഇന്നും എന്നും തന്നവൻ. ഇന്നും എന്നും തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ശത്രുവീനീയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന. മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ജനങ്ങളുടെ വരമർന്നുതി ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന. ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകത്താൽ നിത്യം ദുഷിച്ചിടും പൊന്നേശുവേ. ലോകത്താൽ നിത്യം ദുഷിച്ചിടും പൊന്നേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനി. നിന്നെ വിട്ടിട്ടടിയങ്ങെങ്ങുപോയി വസിക്കും. നിന്നെ വിട്ടിട്ടടിയങ്ങെങ്ങുപോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ലഭൂമി ആശ്രയിപ്പാനാരുമേ. നീയല്ലാതില്ലഭൂമി ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അത് കഥാവിന്റെ ദിവ്യസമ്പത്തായിട്ട് ആയി തീർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് പ്രഷ്യസ് ആയി തീർന്നു ഞാൻ വിശ്വസിക്കുക.